കഴിഞ്ഞ ദിവസം ദില്ലിയിൽ ഒരു വൻപൻ പ്രഖ്യാപനം നടന്നിരിക്കുന്നു. ഇന്ത്യയുടെ ചരിത്രം തന്നെ മാറ്റി എഴുതുന്ന ഒരു വലിയ പ്രഖ്യാപനം. ഇന്ത്യയുടെ കയറ്റുമതി ഇനി മുതൽ ഗ്രാമങ്ങളിൽ നിന്ന് എന്ന നിലയിലേക്ക് മാറുകയാണ്. സഹകരണ മേഖലയുടെ സംരംഭമായ നാഷണൽ കോഓപ്പറേറ്റീവ് ഫോർ എക്സ്പോർട്ട് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഈ സ്ഥാപനം വഴി കർഷകർക്ക് നേരിട്ട് കയറ്റുമതി രംഗത്തേക്ക് എത്താൻ കഴിയും. ഇതിൻ്റെ ഉദ്ഘാടനവും ലോഗോ പ്രകാശനവും വെബ്സൈറ്റും മെമ്പർഷിപ്പ് വിതരണമൊക്കെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും സഹകരണ മന്ത്രിയും ആയ അമിത്ഷാ നിർവഹിച്ചു. അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ സഹകരണ മേഖലയുടെ കയറ്റുമതിക്ക് ഒരു പുതിയ സംരംഭമാണ് NCEL. ഇത് മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് 2002 രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു സംഘടനയാണ്. ഇന്ത്യയുടെ സഹകരണ മേഖലയിലെ പങ്ക് ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. ഈ G20 യോഗം നടക്കുമ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി ഈ ഗ്ലോബൽ ബയോ ഫ്യൂവൽസ് അലയൻസ് എന്ന് പറയുന്നൊരു സഖ്യം ആരംഭിച്ചിരുന്നു. ഈ സഖ്യത്തിൻ്റെ പ്രധാന ലക്ഷ്യം ഈ എഥനോൾ പോലെയുള്ള ജൈവ ഇന്ധനങ്ങൾ ലോകത്തിന് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ അതിൻ്റെ ആവശ്യകത വളരെയധികം കൂടി വരുന്നു. ഈ ആവശ്യകതയ്ക്ക് വലിയൊരു അളവ് വരെ സംഭാവന ചെയ്യാൻ സഹകരണ മേഖലയ്ക്ക് കഴിയും. പ്രത്യേകിച്ച് ചോളം, ഗോതമ്പ്, കരിമ്പ് കർഷകരൊക്കെ അനവധിയുള്ള നമ്മുടെ രാജ്യത്ത് അവർക്കൊരു വലിയ ഉത്തേജനം ആയിരിക്കും ഈ പറയുന്ന ഈ എഥനോളിന് വേണ്ടിയുള്ള ആ ഒരു മെറ്റീരിയൽ കയറ്റുമതി ചെയ്യുന്നത്. നിലവിൽ ഇന്ത്യയിൽ തന്നെ അനവധി കമ്പനികൾ എഥനോൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ആ കമ്പനികൾക്കും മറ്റുമൊക്കെ കർഷകരുടെ കയ്യിൽ നിന്നാണ് ഈ കരിമ്പിൻ്റെ ചണ്ടിയും മറ്റുമൊക്കെ അവർ ശേഖരിക്കുന്നത്. ഇപ്പോഴേതായാലും അതൊരു വലിയ രീതിയിൽ തന്നെ കർഷകർക്ക് നേരിട്ട് ഇത്തരം ഒരു സൊസൈറ്റി രൂപീകരിച്ചുകൊണ്ട്, ഒരു സംഘടന രൂപീകരിച്ചുകൊണ്ട് അതുവഴി കയറ്റുമതി ചെയ്യാൻ കഴിയും. ഇതുവരെ 7000 കോടി രൂപയുടെ ഓർഡറാണ് ഈ സഹകരണ മേഖലയ്ക്ക് ഇത്രയും കിട്ടിയിരിക്കുന്നത്. 15000 കോടി രൂപയുടെ ഓർഡറിന് വേണ്ടി അത് ശ്രമിക്കുന്നു. നമ്മുടെ രാജ്യത്തിന്റെ ഭക്ഷ്യ ഉൽപ്പാദനത്തിന്റെ 30% ഈ സഹകരണ മേഖലയിൽ കൂടിയാണ് നടക്കുന്നത്. അതുപോലെ പഞ്ചസാര ഉൽപ്പാദനത്തിന്റെ 30% ഈ ഒരു സഹകരണ മേഖലയിൽ കൂടി നടക്കുന്നു. ഏതായാലും ഇപ്പോൾ ഉടൻ തന്നെ സർക്കാർ ഒരു ദേശീയ സഹകരണ നയം പ്രഖ്യാപിക്കും എന്നുകൂടി അമിത്ഷാ പറയുകയുണ്ടായി. 5 വർഷത്തിനുള്ളിൽ എല്ലാ ഗ്രാമങ്ങളിലും സഹകരണ സംഘങ്ങൾ രൂപീകരിക്കും. 20 ലക്ഷം PACS രൂപീകരിക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. 2026 ഫെബ്രുവരിയോടുകൂടി അത് പൂർത്തിയാകും. മൂന്നാമത്തേതാണ് വലിയൊരു പ്രഖ്യാപനം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഈ ഡ്രൈവർമാരെ ഈ സഹകരണ സംഘങ്ങളുടെ ഭാഗമാക്കും. അവർക്കും ലാഭവിഹിതം തുല്യമായി നൽകും. യൂബറിൻ്റെയും ഒലയുടെയും മാതൃകയിൽ രാജ്യത്ത് എല്ലായിടത്തും ഒരു ടാക്സി സർവീസ് ഈ സഹകരണ സംഘങ്ങളുടെ നേതൃത്വത്തിൽ ആരംഭിക്കും. കാരണം ഇതൊരു വലിയ രീതിയിലേക്ക് സഹകരണ സംഘത്തെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. അതായത് 2025 to 45 എന്നൊരു മിഷൻ ഇട്ടുകൊണ്ടാണ് ഈ പ്രവർത്തനം മുൻപോട്ട് പോകുന്നത്. എല്ലാ സഹകരണ സംഘങ്ങളെയും ഇൻഷുർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് രാജ്യത്ത് ഒരു സഹകരണ ഇൻഷുർ കമ്പനി പ്രൈവറ്റ് സെക്ടറിൽ രൂപീകരിക്കാനും ഉള്ള തീരുമാനമായിരിക്കുന്നത്. അതായത് 5 വർഷത്തിനുള്ളിൽ എല്ലാം മാറി മറിയുകയാണ്. കർഷകരെ സംബന്ധിച്ച് അവർക്ക് നേരിട്ട് കയറ്റുമതി ചെയ്യാനുള്ള കർഷക ഉൽപ്പന്നങ്ങൾ മാത്രമല്ല, ഈ എഥനോളിനും ജൈവ ഇന്ധനത്തിനും ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് അവർക്ക് നേരിട്ട് കയറ്റി അയക്കാൻ പറ്റും. ഒപ്പം ഈ സഹകരണ സംഘങ്ങൾ യൂബറിൻ്റെ മാതൃകയിൽ മുൻപോട്ട് പോവുകയാണെങ്കിൽ രാജ്യത്തെ ഡ്രൈവർമാർക്ക് അതൊരു വലിയ ഉത്തേജനം നൽകുന്നതായിരിക്കും, ടാക്സിക്കാർക്കും മറ്റുമൊക്കെ. കാരണം അവർക്ക് ഇതിൻ്റെ ഒരു ഷെയർ ഹോൾഡറായി മാറുകയും ചെയ്യും ഈ സഹകരണ സംഘങ്ങളുടെ. അങ്ങനെ എല്ലായിടത്തും ഗ്രാമങ്ങളെ കൂടുതൽ ഉത്തേജിപ്പിച്ചുകൊണ്ട് മുൻപോട്ടെത്തുക എന്നുള്ളൊരു നയമാണ് ശ്രീ അമിത്ഷാ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.